ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു ആംറസ്റ്റിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മളൊരു ആംറസ്റ്റിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി കുറച്ച് മോശമായ കാരണമാണ് ഞാൻ വേറൊരു ആംറസ്റ്റ് ഓൺലൈനിൽ നിന്ന് മേടിച്ച് തന്നെയാണ് ഇത് വാങ്ങിച്ചത്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഏകദേശം 1300 രൂപയോളം കൊടുത്തിട്ടാണ് വാങ്ങിയത്. അപ്പോൾ നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും നല്ലത്. ഞാൻ ഈ ഇടയായിട്ടാണ് കാണുന്നത്. ആമസോണിൽ ഇതിന് ഏകദേശം 900 രൂപയുടെ താഴെയുള്ളൂ വില. അപ്പോൾ ഇത് മറ്റേതിനെ അപേക്ഷിച്ചിട്ട് നല്ല ക്വാളിറ്റിയാണ്, ബെറ്റർ ക്വാളിറ്റിയാണ്. അതായത് ബാക്കിയുള്ള മെറ്റീരിയൽസിൻ്റെ കാര്യമായാലും അതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യമായാലും ഒക്കെ നല്ല ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റിയാണ് ഇതിനുള്ളത്. അപ്പോൾ നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പഴയ ആംറസ്റ്റ് നമ്മൾ എടുത്ത് മാറ്റിയിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിന് ചെറിയൊരു കപ്പ് ഹോൾഡറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ചെറിയ കുപ്പികളും കാര്യങ്ങളൊക്കെ വെക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇത് ഈ ഭാഗം തുറന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഫോണൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ ഇത് 2 സ്റ്റാൻഡ് ഉണ്ട്. പഴയ ആംറസ്റ്റിൻ്റെ പോലെ തന്നെ ഇതിന് 3 ഐറ്റംസാണ് വരുന്നത്. ഒന്ന് നമ്മുടെ ആംറസ്റ്റും പിന്നെ അതേപോലെ 2 സ്റ്റാൻഡും. ഇത് ഇങ്ങനെ സ്റ്റാൻഡ് വരുന്നുണ്ട്. അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു സാധനമാണ്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സ്ലൈഡ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആംറസ്റ്റ് എങ്ങനെ പിടിപ്പിക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആംറസ്റ്റ് ആദ്യം പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആംറസ്റ്റിൻ്റെ തൊട്ടടിയിലുള്ള ചെറിയൊരു ഇതേപോലൊരു പാനലുണ്ട്. ആ പാനൽ നമ്മൾ തുറന്നെടുത്തിട്ട് ഈ പാനലിലാണ് നമ്മൾ ബാക്കിയുള്ള സ്ലൈഡിങ് ആയിട്ടുള്ള സ്റ്റാൻഡും അതേപോലെ ഈ സ്റ്റാൻഡും നമ്മൾ പിടിപ്പിക്കുന്നത് ഇതിലാണ്. അപ്പോൾ നമുക്ക് എല്ലാം ചേർത്ത് വെച്ചിട്ട് നമുക്ക് ബോൾട്ട് ചെയ്തിട്ട് ആംറസ്റ്റിനെ നമുക്ക് ഫുള്ളായിട്ട് അസംബിൾ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഈ സ്റ്റാൻഡ് എടുത്തിട്ട്, അതായത് ഏറ്റവും അടിയിൽ വരുന്ന സ്റ്റാൻഡാണിത്, ഈ സ്ലൈഡ് ചെയ്യാൻ പറ്റണത്. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഈ സ്റ്റാൻഡ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതിൽ 4 സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ഇത് നമുക്ക് സ്ക്രൂസ് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. കഴിഞ്ഞ ആംറസ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഇതിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെയാണ് നമ്മളിത് സ്ലൈഡ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് ചില വണ്ടികൾക്ക് ഈ ഭാഗത്താണ് നമ്മൾ ആംറസ്റ്റ് പിടിപ്പിക്കുക. ഈ ഭാഗം കുറച്ച് വിട്ട് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് സ്ലൈഡ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബോൾട്ടൊക്കെ കയറ്റിയിട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ലൈഡിങ് ആയിട്ടുള്ള സ്റ്റാൻഡ് ഇതിൽ തന്നിരിക്കുന്നത്. അത് നല്ലൊരു ഉപകാരമായിട്ടുള്ള കാര്യമാണ്. ഏത് വണ്ടിക്ക് നമുക്ക് പിടിപ്പിക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ആദ്യം ഈ സ്റ്റാൻഡുകൾ തമ്മിലാണ് ബന്ധിപ്പിക്കേണ്ടത്. ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് മാറ്റി കഴിഞ്ഞിട്ട് 4 ഹോൾ കാണും. അതിൽ നമ്മൾ സ്ക്രൂ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൽ 4 ഹോൾസിൽ നമ്മൾ സ്ക്രൂ ഇട്ടിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ നമ്മൾ 4 സ്ക്രൂ ടൈറ്റ് ചെയ്തപ്പോൾ നമുക്കിത് ഇങ്ങനെ കിട്ടി. അതിനുശേഷം നമ്മളിനി ആംറസ്റ്റിൻ്റെ തൊട്ടടിയിലുള്ള ഈ ഭാഗം മുകളിൽ വെച്ചിട്ട് നമ്മൾ 4 ഹോൾസിൽ 4 സ്ക്രൂ ഇട്ടിട്ട് ഇതും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ അസംബ്ലി കഴിഞ്ഞു. നമ്മുടെ ആംറസ്റ്റിൻ്റെ അസംബ്ലി ഫുള്ളായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ്. നമുക്ക് കൈയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം നല്ല ബലമുണ്ട്. കൈയൊക്കെ ധൈര്യമായിട്ട് നമുക്ക് കയറ്റി വെക്കാം. ഇനി നമുക്ക് ആ പാനലിൽ പിടിപ്പിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ അതിൽ ഹോൾസൊക്കെ കറക്റ്റായിട്ട് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആംറസ്റ്റിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വെച്ചു. ഇതേപോലെ നമ്മളൊന്ന് വെച്ചു. അപ്പോൾ എന്നിട്ട് നമുക്ക് ഹോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, ഏത് ഭാഗത്തൊക്കെ നമ്മൾ ബോൾട്ട് ചെയ്യേണ്ടത് ഹോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആംറസ്റ്റിൻ്റെ മുകളിൽ ഞാൻ ചെറിയൊരു പേപ്പറിൻ്റെ കഷ്ണം വെച്ചിട്ട് ഇങ്ങനെ ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ആംറസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആ പേപ്പറിൻ്റെ കഷ്ണം എടുത്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ ആ ആംറസ്റ്റും ഹാൻഡ് ബ്രേക്കും തമ്മിൽ ആ പേപ്പറിൻ്റെ തിക്നെസ്സിൻ്റെ ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഹോൾ ചെയ്യേണ്ട പോയിന്റ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമ്മൾ ഹാൻഡ് ബ്രേക്ക് നന്നായിട്ട് ഫുള്ളായിട്ട് മുകളിലേക്ക് വലിച്ചിട്ട് അതിന് മുകളിൽ ആംറസ്റ്റ് വെച്ചിട്ട് വേണം നമ്മൾ പോയിന്റുകൾ കണ്ടുപിടിക്കാൻ. അപ്പോൾ അതിന് ശേഷം ഞാനിത് ചെറിയൊരു ലൈൻ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് ഹോൾ ചെയ്യേണ്ട ഏകദേശം കണക്കാക്കിയിട്ട് ഞാൻ അതിൻ്റെ അടിഭാഗത്ത് ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്. ആ ലൈനിൻ്റെ തൊട്ട് മുകളിൽ എൻ്റെ ഒരു അളവിലാണ് ഞാൻ ഹോൾ ഇടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിത് പോയിന്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ പോയിന്റിലാണ് ഞാനിപ്പോൾ ഹോൾ ചെയ്യേണ്ടത്. അതേപോലെ ഈ സൈഡിലും അതേപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഞാൻ ഹോൾ ചെയ്യാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് പോയിന്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഹോൾ നമ്മൾ നേരത്തെ ഇട്ടിരുന്ന ആംറസ്റ്റിൻ്റെ സെയിം ഹോൾ തന്നെയാണ്. ഞാൻ ഹോൾ ചെയ്തിട്ട് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ആംറസ്റ്റിൻ്റെ സ്റ്റാൻഡ് ഇതിനകത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ പാനലിൻ്റെ മുകളിൽ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ബോൾട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ബലമുണ്ട്. നമുക്ക് ഈ ആംറസ്റ്റ് നല്ല ക്വാളിറ്റി ഉള്ള കാരണം കൊണ്ട് നല്ല ബലം തന്നെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ആംറസ്റ്റ് ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് പിടിപ്പിച്ചിട്ട് ഫുള്ളായിട്ട് നമ്മൾ അസംബിൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ പാനൽ നമ്മൾ ഹാൻഡ് ബ്രേക്കിൻ്റെ മുകളിലുള്ള പാനലിലേക്ക് വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ആംറസ്റ്റ് ഫുള്ളായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നല്ല ബലമുണ്ട്. കൈയൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കയറ്റി വയ്ക്കാൻ ഒരു കുഴപ്പമില്ല. ചെറിയൊരു കുട്ടികൾക്ക് വേണമെങ്കിൽ കയറിയിരിക്കും, അത്രയും ബലം ഉണ്ട് തന്നെ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക്